എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സ്വയം തൊഴിലെന്ന ഒരു വിഷയത്തെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. നമ്മുടെ രാജീവ് ഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരുന്നപ്പോൾ തുടങ്ങിയ ഒരു പദ്ധതിയാണ്. ഏതാണ്ട് 28 പേർ അടങ്ങുന്ന ഒരു ചെറു സംഘം, അങ്ങനെ പല സംഘങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തായിട്ട് ഇവർ ജോലി ചെയ്യുന്നു. ഇവർക്കായി ഒരു ദിവസം ജോലി ചെയ്താൽ ഇവർക്ക് കിട്ടുന്ന വേതനം ഏതാണ്ട് 369 രൂപ. 369 രൂപ ഒരു ദിവസത്തെ കൂലിയായി ഇവർക്ക് കിട്ടുന്നു. ഫുൾ ടൈം, അതായത് 8:30 മുതൽ 4:30 വരെയുള്ള പണിസമയവും. ഒരു 5 കിലോമീറ്റർ ഇവർ ഒരു ദിവസം ശരാശരി നടക്കേണ്ടി വരും. രാവിലെ ഇവർ യാത്ര തിരിക്കുമ്പോൾ ഒരു ബോട്ടിൽ വെള്ളം, കയ്യിലൊരു കുന്താലി, ഒരു ചൂലിവ. ജനറലായി ഇവർ കൂടുതലും ചെയ്യുന്നത് പണി ഈ കാട് പിടിച്ച് കിടക്കുന്ന പുരയിടങ്ങൾ വൃത്തിയാക്കുക, റോഡിൻ്റെ സൈഡുകൾ വൃത്തിയാക്കുക. ഇതൊക്കെയാണ് ഇവർക്ക് ജനറലി കിട്ടുക. 100 പണി ഇവർക്കൊരു വർഷം ചെയ്യാം. ഏതാണ്ട് ഒരു 36,000-37,000 ഒരു വർഷം കിട്ടുകയാണ്. ഇതിൽ ഇവർക്ക് പ്രത്യേകിച്ച് ആനുകൂല്യങ്ങളൊന്നുമില്ല. ഈവൻ ശരിക്കുള്ള ഫസ്റ്റ് എയ്ഡ് പോലെ കിട്ടാറില്ല. ഇനി ഫസ്റ്റ് എയ്ഡ് കിട്ടുന്നെങ്കിൽ തന്നെയും അത് ഏതെങ്കിലും ആരോഗ്യ കേന്ദ്രത്തിൽ പോയാൽ അവർക്ക് ഫസ്റ്റ് എയ്ഡ് കിറ്റ് കിട്ടും. ഈ ഫസ്റ്റ് എയ്ഡ് കിറ്റ് കിട്ടണമെങ്കിൽ ഇവർ ബസ്സിലായിരിക്കണം പോകേണ്ടത്. കാരണം ആരോഗ്യ കേന്ദ്രങ്ങൾ എല്ലാ ഭാഗത്തുള്ള അത് ദൂരങ്ങളിലായിരിക്കും. അപ്പോൾ കഴിയുന്നതും ഇവർക്കത് വാങ്ങാൻ പോകുമ്പോൾ അവിടെ ചിലപ്പോൾ അവൈലബിൾ കാണത്തില്ല, സ്റ്റോക്ക് തീർന്നു പോകും, തിരിച്ചു പോരും. അപ്പോൾ ഇവർ സ്വയം തന്നെ ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ ഇവർ സ്വയം വാങ്ങുകയാണ് ചെയ്യുക. ഇതിൽ ഏറ്റവും ദുഃഖകരമായ കാര്യം, പല രോഗികളായവരും ഈ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പ്രായാധിക്യമുള്ളവരും ഈ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നിവൃത്തിയില്ലാതെ അവർ ജോലിക്ക് പോകേണ്ടി വരുന്നു. ജോലി ചെയ്തില്ലെങ്കിൽ അന്ന് കൂലിയുമില്ല. ഇതിൽ വിദ്യാഭ്യാസമുള്ള സ്ത്രീകളുമുണ്ട്. ഇതിന് ചെയ്യാമെന്നുള്ളത് സാധിച്ചാൽ ഗവൺമെൻറ് ഇതുവരെ ഒന്ന് ശരിക്ക് ശ്രദ്ധിച്ചാൽ ഇവർക്ക് ഇപ്പോൾ ചെയ്യുന്ന ജോലിയോടൊപ്പം തന്നെ മറ്റു പല അനുബന്ധന പദ്ധതികളും ഇവർക്ക് വേണ്ടി ആസൂത്രണം ചെയ്താൽ അത് അവർക്ക് നല്ല രീതിയിൽ നടത്താം. വെറും കേവലം 369 രൂപ, അതായത് 369 രൂപ കൊണ്ട് ഒരു ദിവസം എങ്ങനെ അവർക്ക് ജീവിക്കാൻ പറ്റും? ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടാണ്. ഇത് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കേണ്ടതാണ്. അതിന് സെക്കൻഡ് തിങ്, ഇവർക്ക് ബാങ്കുകാരുടെ ഒരു സപ്പോർട്ടോ അതോ യാതൊന്നുമില്ല. ഇവരെ ഏകോപിപ്പിച്ച് ഇവരുടെ വരുമാനം കൂട്ടാനും കുറച്ചുകൂടെ ജീവിത നിലവാരം ഉയർത്താനും അനായാസം സാധിക്കും. അതിന് ഗവൺമെൻറ് മുൻകൈ എടുത്തെങ്കിൽ മാത്രമേ സാധിക്കൂ. ഇവരുടെ ഈ രാവിലെ ഉള്ള ഈ നടത്തം, ഗ്രൂപ്പായിട്ട് ഈ നടത്തം കാരണം വളരെ കഷ്ടം തോന്നുന്നു. ഇവർ രാവിലെ എന്തെങ്കിലുമൊക്കെ ആഹാരം പ്രിപ്പയർ ചെയ്ത് ഉച്ചയ്ക്കുള്ള ആഹാരം കൂടെ ഒപ്പം കൊണ്ടുപോവുകയാണ്. ഇതിന് ഇവരെ നല്ല രീതിയിൽ ഒന്ന് റിഹാബിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരിൽ നിന്നും പല നേട്ടങ്ങളും ഇവർക്കും ഉണ്ടാകാം. ഒപ്പം ടാക്സിനത്തിൽ ഗവൺമെൻറ്റിനും ബെനിഫിറ്റ് ഉണ്ടാകും. സോ ഈ കഷ്ടപ്പെട്ടിങ്ങനെ പണി ചെയ്യുന്ന ഇവരെ കഴിവതും വേഗം ഒന്ന് റിഹാബിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസമുള്ള സ്ത്രീകളുമുണ്ട്. നിർഭാഗ്യവശാൽ അവർക്ക് മറ്റു സ്ഥലങ്ങളിൽ ജോലി കിട്ടാനുള്ള സാധ്യത ഇല്ലാത്ത കാരണം ഇവർ ഈ സ്വയം തൊഴിൽ മേഖലയിലേക്ക് തിരിഞ്ഞവരാണ്. ഇവരെ നല്ല രീതിയിൽ നമ്മൾ പുനരുദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ ഇവർക്കും തെറ്റില്ലാത്ത വരുമാന മാർഗം ഇവർക്ക് ഉണ്ടാക്കാൻ സാധിക്കും. വളരെ ദുഃഖകരമായ ഞാൻ പലപ്പോഴും ഇവരെ വീക്ഷിക്കാൻ, ഇവർ വർക്ക് ചെയ്യുമ്പോഴും ചിലപ്പോൾ തണലുകളുള്ളൊരു നല്ല വെയിലായിരിക്കും പണിയുക. ശരിക്ക് ഒരു തണൽ പോലും കിട്ടാറില്ല. ഒപ്പം കുടിവെള്ളം പോലും കിട്ടാറില്ല. അപ്പോൾ ഇതെല്ലാം ഇവർ ക്യാരി ചെയ്തുകൊണ്ട് പോകണം.
ഇതൊക്കെ നാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ 369 രൂപയിലുള്ളൊരു വേതനത്തിൽ ഒരു സ്ത്രീ, ഒരുപക്ഷെ സ്ത്രീ ആ വയസ്സായവരായിരിക്കും, അല്ലെങ്കിൽ ഭർത്താവ് നഷ്ടപ്പെട്ടവരായിരിക്കും, അല്ലെങ്കിൽ 2-3 കുട്ടികളുള്ളവരായിരിക്കും, ആ കുട്ടികൾ പഠിക്കുന്നവരായിരിക്കും. ഇതുകൊണ്ടൊന്നും ഇവർക്ക് ദരിദ്രം മാറുന്നില്ല. ഈ ദരിദ്രം കൂടാനേ വഴിയുള്ളൂ. ഇതിനിടയ്ക്ക് ഇവർക്ക് 100 ദിവസം പണി കിട്ടും എന്നാണ് പക്ഷെ 100 ദിവസം ചിലപ്പോൾ കിട്ടാറില്ല. കാലാവസ്ഥയുടെ പ്രോബ്ലംസൊക്കെ ഉണ്ടാകും. ഈ കാലാവസ്ഥയ്ക്ക് അതിജീവിച്ച് വേണം ഇവർക്ക് ചെയ്യാൻ. നല്ല കാലവർഷമൊക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ പണി നഷ്ടപ്പെടും. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുള്ള ഒരു കൂട്ടരാണെന്ന് നാം കണ്ടറിയേണ്ടതായുണ്ട്. അതുകൊണ്ട് ഇവർക്ക് വേണ്ടി എന്തെങ്കിലും അടിയന്തരമായ ഒരു അപ്ഡേഷൻ നടത്തുകയും അവർക്ക് ബാങ്കിൽ നിന്ന് എന്തെങ്കിലും തൊഴിലുകൾ കൂടെ ഇതിനോടൊപ്പം ചെയ്യാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കിയാൽ നന്നായിരിക്കും. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ഗവൺമെൻറ് തലങ്ങളിലും രാഷ്ട്രീയക്കാരും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. ഇവരുടെ വിവരങ്ങൾ, ഇവരുടെ ബുദ്ധിമുട്ടുകൾ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും. ഞാൻ GK തുമ്പക്കാരൻ.